എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് മാസം 8-ാം തീയതി പുതിയതായി OTT റിലീസായതും ഇനി റിലീസാവാൻ പോകുന്നതുമായ മൂവിയെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത്. ആയതൊരു മലയാളം ഫാമിലി ഡ്രാമ ത്രില്ലർ മൂവിയാണ് ശ്വാസം. സന്തോഷ് കീഴാറ്റൂർ, നീന കുറുപ്പ് എന്നിവർ പ്രധാന വേഷങ്ങളെത്തിയ സിനിമയിൽ സമൂഹത്തിൽ നിന്നും നേരിടേണ്ടി വരുന്ന കടുത്ത സമ്മർദ്ദങ്ങളും വെല്ലുവിളികളും അതിജീവിച്ച് തന്റെ മകന് വേണ്ടി ഒരു അമ്മ നടത്തുന്ന ധീരമായ പോരാട്ടവും പ്രതിരോധവുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ഈ സിനിമ ഇപ്പോൾ മനോരമ മാക്സിലൂടെ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു മെറ്റാ സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ മൂവിയാണ് ബിഗ് ബേബി. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രമായ ആദ ലൂയിസ് എന്ന ഹൊറർ തിരക്കഥാകൃത്ത് തന്റെ പുതിയ സിനിമയ്ക്ക് വേണ്ടി കഥ കിട്ടാതെ അയാൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാവുകയും അങ്ങനെയിരിക്കെ ഒരു രാത്രിയിൽ അയാളുടെ സ്വപ്നത്തിൽ വലിയൊരു കുഞ്ഞിന്റെ മാസ്ക് ധരിച്ച് ഒരാൾ തന്റെ കാമുകിയായ കേറ്റിനെ കൊല്ലുന്നതായിരുന്നു സ്വപ്നം. ആ സ്വപ്നത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ബിഗ് ബേബി എന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതാൻ ആരംഭിക്കുന്നു. കഥ എഴുതി മുന്നോട്ട് പോകുന്തോറും അയാൾ എഴുതുന്ന അതേ കൊലപാതകങ്ങളും ഭീകരതയും യഥാർത്ഥ ജീവിതത്തിലും സംഭവിക്കാൻ തുടങ്ങുന്നു. ഇതിനോടനുബന്ധിച്ച് നടക്കുന്ന സംഭവവികാസങ്ങളാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. റെൻഡോർ ബൈ ഓപ്ഷനിൽ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. റോഷാക്ക്, കെട്ടിയോളാണ് എന്റെ മാലക എന്നീ ചിത്രങ്ങൾക്ക് ശേഷം നിസാം ബഷീർ സംവിധാനം ചെയ്യുന്ന ഒരു ഫാമിലി ആക്ഷൻ സസ്പെൻസ് ത്രില്ലർ മൂവിയാണ് ഐ നോബഡി. പൃഥ്വിരാജ് സുകുമാരൻ, പാർവതി തിരുവോത്ത്, ഹക്കീം ഷാജഹാൻ എന്നിവരാണ് പ്രധാന വേഷങ്ങളെത്തുന്നത്. ഈ മൂവിയുടെ സാറ്റലൈറ്റ് റൈറ്റ്സ് നേടിയിരിക്കുന്നത് ഏഷ്യാനെറ്റും OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാറുമാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ ഓഗസ്റ്റ് മാസം ലാസ്റ്റ് വീക്കോടെയോ അല്ലെങ്കിൽ സെപ്റ്റംബർ മാസം ഫസ്റ്റ് വീക്കോടെയോ OTT സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു ബോളിവുഡ് ത്രില്ലർ ചിത്രമാണ് ഭാരത് ഭാഗ്യവി ദാദ. കങ്കണ റണാവത്താണ് ഇതിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത്. 2008 മുംബൈ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മുംബൈയിലെ കാമ ഹോസ്പിറ്റലിൽ നടന്ന യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് ചിത്രം അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഗിരിജ ഓക്ക്, സ്മിത താംബെ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം 14-ാം തീയതി മുതൽ OTT സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു അമേരിക്കൻ ഹൊറർ കോമഡി ചിത്രമാണ് ഹോണ്ടഡ് ഹീസ്റ്റ്. 4 സുഹൃത്തുക്കൾ വളരെ നാളുകൾക്ക് ശേഷം ഒരു പഴയ ബംഗ്ലാവിൽ ഒത്തുകൂടുന്നതും ആ പ്രേതബാധയുള്ള ബംഗ്ലാവിൽ നിന്നും അവർ നേരിടേണ്ടി വരുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ റെൻഡോർ ബൈ ഓപ്ഷനിൽ ഇംഗ്ലീഷ് ഭാഷയിൽ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് വിനോദ് സംവിധാനം ചെയ്ത് ദളപതി വിജയ് നായകനെത്തി തിയേറ്ററിൽ നിന്നും 300 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ മൂവിയിൽ ബോബി ഡിയോൾ, മമിത ബൈജു, പൂജ ഹെഗ്ഡെ, പ്രകാശ് രാജ്, പ്രിയാമണി, ഗൗതം വാസുദേവ് മേനോൻ എന്നിവർ ഇതിൽ പ്രധാന വേഷങ്ങളെത്തും. ഈ പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ ചിത്രം വിജയുടെ സിനിമാ കരിയറിലെ അവസാന ചിത്രമെന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് C5 ആണ്. തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, മലയാളം എന്നീ ഭാഷകളിൽ ഓഗസ്റ്റ് മാസം 21 മുതൽ OTT സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു ഹോളിവുഡ് സൈക്കോളജിക്കൽ ഹൊറർ സിനിമയാണ് ബാക്ക് റൂംസ്. ഒരു ഫർണിച്ചർ ഷോപ്പ് ഉടമ തന്റെ ഫർണിച്ചർ ഷോപ്പിന്റെ ബേസ്മെന്റിൽ നിന്നും വിചിത്രമായ ശബ്ദം കേട്ട് അങ്ങോട്ട് ചെല്ലുന്നതും അവിടെയുള്ള ഒരു പ്രത്യേക ചുമരിലൂടെ അദ്ദേഹം അബദ്ധത്തിൽ മറ്റൊരു ലോകത്തേക്ക് വീണുപോകുന്നു. അവിടെ അയാൾ കാണുന്നത് അവസാനമില്ലാത്ത മഞ്ഞുചുമരുകളും ഫ്ലോറസെന്റ് ലൈറ്റുകളുടെ ശബ്ദവും വിചിത്രമായ രൂപങ്ങളുമാണ്. അവിടെ നിന്നും അയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതുമാണ് സിനിമയുടെ പ്രധാന പ്രമേയം. സോണി ലീവിലൂടെ ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷയിൽ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു മലയാളം മൂവിയാണ് കാട്ടാളൻ. ഈ ആക്ഷൻ ത്രില്ലർ സിനിമയിൽ ആന്റണി വർഗീസ് പേപ്പയാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. കാടിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ആനക്കൊമ്പ് വേട്ടയും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ആക്ഷൻ രംഗങ്ങളുമാണ് സിനിമയുടെ പ്രധാന പ്രമേയം. ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് മനോരമ മാക്സും സിംപ്ലി സൗത്തുമാണ്. മനോരമ മാക്സിലൂടെ ഇന്ത്യക്കകത്തും സിംപ്ലി സൗത്തിലൂടെ ഇന്ത്യക്ക് വെളിയിലും ഓഗസ്റ്റ് മാസം 13-ാം തീയതി മുതൽ മലയാളം, തമിഴ്, ഹിന്ദി, കന്നഡ എന്നീ ഭാഷകളിൽ OTT സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തെലുങ്ക് റൊമാൻസ് കോമഡി ഫാന്റസി ചിത്രമാണ് ഓ സുകുമാരി. ഭരത് ദർശൻ സംവിധാനം ചെയ്ത സിനിമയിൽ തിരുവൂർ, ഐശ്വര്യ രാജേഷ് എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ പാൻ ഇന്ത്യൻ ഭാഷകളിൽ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു മലയാളം സൈക്കോളജിക്കൽ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമാണ് ഉന്മാദം. കിരൺ ദാസ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബനും ലിജോ മോൾ ജോസുമാണ് പ്രധാന വേഷങ്ങളെത്തുന്നത്. ഈ മൂവിയുടെ ബഡ്ജറ്റ് ഏകദേശം 7 കോടി രൂപയും ഇതുവരെയുള്ള വേൾഡ് വൈഡ് കളക്ഷൻ 3 കോടി 10 ലക്ഷവുമാണ്. സോണി ലീവ് അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ സെപ്റ്റംബർ മാസം ഫസ്റ്റ് വീക്കോടെ OTT സ്ട്രീമിംഗ് ആരംഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തൊരു റിയലിസ്റ്റിക് ഫാമിലി മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് സത്യത്തിൽ സംഭവിച്ചത്. ഈ സിനിമയിൽ ആകാശ് മേനോൻ, ദിൽഷാന, ദിലീഷ് പോത്തൻ, ജോണി ആന്റണി, ശ്രീകാന്ത് മുരളി, കോട്ടയം രമേശ് എന്നിങ്ങനെ ഒരു വലിയ താരനിര തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് സൺനെക്സ്റ്റ് ആണ്. സൺനെക്സ്റ്റിലൂടെ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു മിസ്റ്ററി ത്രില്ലർ വെബ് സീരീസ് ആണ് വദാന്തി സീസൺ 2. ഈ ക്രൈം ത്രില്ലർ സീരീസിൽ M ശശികുമാർ, അനഘ, അപർണ ദാസ്, വിവേക് പ്രസന്ന, രേവതി ശർമ്മ എന്നിങ്ങനെ ഒരു വലിയ താരത്തിന് തന്നെ ഈ സീരീസിൽ അണിനിരക്കുന്നുണ്ട്. ഈ വെബ് സീരീസ് ആമസോൺ പ്രൈം വീഡിയോസിലൂടെ തെലുങ്ക്, ഹിന്ദി, മലയാളം, കന്നഡ എന്നീ ഭാഷകളിൽ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു തമിഴ് ഫാമിലി ഡ്രാമ ഫിലിമാണ് നൂറു സാമി. വിജയ് ആന്റണി, സ്വാസിക, ലിജോ മോൾ ജോസ് എന്നിവർ പ്രധാന വേഷങ്ങളെത്തിയ ഈ സിനിമ C5 തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം എന്നീ ഭാഷകളിൽ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മൂവി ധമാൽ 4. അജയ് ദേവഗൺ, ഹൃദേശ് ദേശ്മുഖ്, അർഷാദ് വാർസി എന്നിവർ പ്രധാന വേഷങ്ങളെത്തിയ ഈ സിനിമയിൽ കോമഡിക്ക് പ്രാധാന്യം നൽകിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ എന്നീ ഭാഷകളിൽ സെപ്റ്റംബർ മാസം 4 മുതൽ OTT സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.